നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി കരിമണൽ കമ്പനിയായ CMRL നിന്ന് വാങ്ങിയ മാസപ്പടിയെക്കുറിച്ചുള്ള SFIO അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെയാണ് ഈ തുക അത്രയും കൈപ്പറ്റിയതെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രധാന കണ്ടെത്തൽ. വീണയ്ക്കും അവരുടെ കമ്പനിക്കും പ്രതിമാസം വൻ തുകയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വീണയ്ക്ക് വ്യക്തിപരമായി മാസം 5 ലക്ഷം രൂപയും എക്സാലോജിക് കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പ്രതിമാസം 8 ലക്ഷം രൂപ വീതമാണ് കൈപ്പറ്റിയിരുന്നത്. ഇതുവഴി ഒരു വർഷം മാത്രം 96 ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് കിട്ടി. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ 2017 ജനുവരി മുതലാണ് ഈ പണമിടപാടുകൾ ആരംഭിക്കുന്നത്. 2020 ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം ആകെ 2,78 ലക്ഷം രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ കൈപ്പറ്റിയതെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 1,72 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയതായി കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷവും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കൃത്യമായ ഉത്തരവ് വന്നിട്ട് പോലും CMRL നിന്നും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണമൊഴുക്ക് തടസ്സമില്ലാതെ തുടർന്നു എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത്. CMRL മാത്രമായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എന്നാൽ SFIOയ്ക്ക് മുൻപാകെ ഹാജരായ വീണയ്ക്ക് CMRLന് എന്തെങ്കിലും തരത്തിലുള്ള IT സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ രേഖ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ബിസിനസ് ധാരണയിലെത്തിയതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമല്ല. പണമിടപാടുകൾക്കപ്പുറം ഇരു കമ്പനികൾക്കുമിടയിൽ ഔദ്യോഗികമായി ഒരൊറ്റ ഇമെയിൽ സന്ദേശം പോലും അയച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എക്സാലോജിക്കുമായുള്ള ഈ ദുരൂഹമായ ഇടപാട് അവസാനിപ്പിച്ച ശേഷം CMRL യഥാർത്ഥ IT സേവനങ്ങൾക്കായി ATNA ടെക്നോളജീസ് എന്ന കമ്പനിയുമായി പുതിയ കരാറുണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ സാങ്കേതിക സേവനങ്ങൾ നൽകിയ ഈ ATNA കമ്പനിക്ക് ലഭിച്ച തുകയേക്കാൾ 75 മടങ്ങ് അധികം തുകയാണ് യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയത് എന്നത് തട്ടിപ്പിന്റെ ആഴം കൂട്ടുന്നു. എക്സാലോജിക്കിൽ ജോലി ചെയ്തിരുന്ന IT ഡെവലപ്പർമാർക്ക് പോലും കരിമണൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്തതായി അറിവില്ല. ഇടപാടുകൾക്ക് പുറമെ മറ്റ് ചില ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. 2015-16 കാലയളവിൽ CMRL MD ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 4 ലക്ഷം രൂപ മാത്രമാണ് വീണ തിരികെ അടച്ചിട്ടുള്ളത്. ബാക്കി തുകയെപ്പറ്റി വിവരങ്ങൾ ലഭ്യമല്ല. ഈ സുപ്രധാന തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കമ്പനികാര്യ ചട്ടം വകുപ്പ് 447 ഇത്തരത്തിലുള്ള കടുത്ത കുറ്റങ്ങൾ ചുമത്തിയാണ് ED നിലവിൽ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ ആവശ്യമായ തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വീണ വാങ്ങിയ പണം അഴിമതിയല്ലെന്നും സാങ്കേതിക സേവനത്തിനുള്ള കൃത്യമായ പ്രതിഫലം തന്നെയാണെന്നുമുള്ള രാഷ്ട്രീയ പ്രതിരോധ നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്.